ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താണ് ടെക്സ്റ്റ് എഡിറ്റർ, എന്തിനാണ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ പ്രവർത്തിക്കുന്നത്, എന്താണ് HTML ടെക്സ്റ്റ് എഡിറ്ററിന്റെ ഉപയോഗം എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററുകളെ കുറിച്ച് പറഞ്ഞു. ഒരു HTML വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റ് എഡിറ്റർ നിർബന്ധമായും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണമെന്ന്. നമ്മൾ അതിനെ ഒരു നോട്ട്പാഡ് എന്ന ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു HTML പേജ് ടൈപ്പ് ചെയ്യാമെന്നും അതെങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നതിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. HTML കോഡ് എഴുതാൻ നമുക്ക് ഇന്ന് പല ടെക്സ്റ്റ് എഡിറ്ററുകളും ലഭ്യമാണ്. ഉദാഹരണം, വിൻഡോസ് എന്ന സോഫ്റ്റ്വെയറിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന നോട്ട്പാഡ്, അതുപോലെ തന്നെ മാക് OSൽ വരുന്ന ടെക്സ്റ്റ് എഡിറ്റ്, അതേപോലെ തന്നെ ലിനക്സിൽ വരുന്ന Gedit എന്ന ടെക്സ്റ്റ് എഡിറ്ററുകളൊക്കെ നമുക്ക് HTML കോഡ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് കോഡുകൾ മനസ്സിലാവാനും അതേപോലെ ഓട്ടോ കംപ്ലീറ്റേഷൻ ഒക്കെ GUI ആപ്ലിക്കേഷൻസുകളും നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ ആയിട്ട് അല്ലെങ്കിൽ HTML എഴുതാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചിട്ട് ഒരു HTML ഫയൽ തയ്യാറാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സുകളിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് വിൻഡോസ് ആണ് പറയുന്നത്. വിൻഡോസിൽ നോട്ട്പാഡ് എന്ന സോഫ്റ്റ്വെയർ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നേരെ സെർച്ച് ബാറിൽ, ഞാൻ വിൻഡോസ് 10 ആണ് ഉപയോഗിക്കുന്നത്, സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് നോട്ട്പാഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മളെ കമ്പ്യൂട്ടറിൽ നോട്ട്പാഡ് എന്ന സോഫ്റ്റ്വെയർ നമുക്കിവിടെ കാണിച്ചു തരും. കാരണം നമ്മളെ കമ്പ്യൂട്ടറിൽ നോട്ട്പാഡ് എന്ന സോഫ്റ്റ്വെയർ പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നൊരു സോഫ്റ്റ്വെയർ തന്നെയാണ് നോട്ട്പാഡ്. ഓക്കെ, ഇതിൽ നമ്മൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് HTML കോഡ് ഇവിടുന്ന് തയ്യാറാക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് പഠിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് നോട്ട്പാഡ്. നമ്മളൊരു തുടക്കക്കാർ എന്ന നിലക്ക് നമുക്ക് മറ്റു ടെക്സ്റ്റ് എഡിറ്ററുകളെ അപേക്ഷിച്ച് നമുക്ക് ചെയ്ത് പഠിക്കാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത് പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് നോട്ട്പാഡ്. ഓക്കെ, ഈ നോട്ട്പാഡിൽ എങ്ങനെയാണ് ഒരു കോഡ് ടൈപ്പ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതെങ്ങനെ സേവ് ചെയ്യുന്നു, അതെങ്ങനെ നമുക്കൊരു വെബ് പേജ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോട്ട്പാഡിനെ കൂടാതെ തന്നെ പല ടെക്സ്റ്റ് എഡിറ്ററുകളും ഇന്ന് നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും ലഭ്യമാണ്. ഉദാഹരണം, നമുക്കതിന് സബ്ലൈൻ ടെക്സ്റ്റ്, ബ്രാക്കറ്റ്, അതുപോലെ തന്നെ നോട്ട്പാഡ് ++, ഇങ്ങനെ ഒട്ടനവധി സോഫ്റ്റ്വെയറുകൾ ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഇത് നമുക്ക് ഒരു ലൈസൻസ് ഒന്നും ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് നോട്ട്പാഡ് എന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ആറ്റം എന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററിനെ കുറിച്ചാണ്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആറ്റം എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് കോഡ് ടൈപ്പ് ചെയ്യുന്നത്. നോട്ട്പാഡിനെ അപേക്ഷിച്ച് ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് കോഡുകൾ ടൈപ്പ് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ആറ്റം. അപ്പോൾ എങ്ങനെയാണ് ആറ്റം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസറിൽ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ഡൗൺലോഡ് ആറ്റം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. അതിൽ ഫസ്റ്റ് സെർച്ച് റിസൾട്ടിൽ തന്നെ ഇവിടെ ആറ്റം എന്ന് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ കമ്പ്യൂട്ടറിൽ അത് ലഭ്യമല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് atom.io എന്നാണ്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ഇതുപോലൊരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നത് വിൻഡോസിന്റെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഈ ആറ്റം എന്ന സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്തിരിക്കുന്നത് വിൻഡോസ് എന്ന സോഫ്റ്റ്വെയറിലായതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഫയലായിട്ടാണ് ഇവിടെ തയ്യാറാക്കി തന്നിട്ടുള്ളത്. ഇവിടെ നിന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് ഇതേ രൂപത്തിലായിരിക്കും നമുക്ക് ഓപ്പൺ ചെയ്ത് വരിക. ഇപ്പൊ ഞാൻ എൻ്റെ ഫയൽ ഇവിടെ വന്ന് ഓപ്പൺ ചെയ്തത് കൊണ്ട് നമുക്ക് ആ ഫയൽ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത ഫയലുകളൊക്കെ നമുക്ക് ഓരോന്നും ഫോൾഡർ ബൈ ഫോൾഡർ ആയിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഇതിൽ നിന്ന് നമുക്ക് ഏത് ഫോൾഡറിലുള്ള ഫയലാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫോൾഡർ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഫയലിൽ പോയതിനു ശേഷം ആഡ് പ്രൊജക്റ്റ് ഓപ്പൺ ഫോൾഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ഏത് ഭാഗത്താണോ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാൻ ഡെസ്ക്ടോപ്പ് എന്ന ഭാഗത്ത്
HTML എന്ന ഫോൾഡറാണ് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോൾഡറിലുള്ള ഫയലുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഏത് ഫയലാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരുന്നതാണ്. നോട്ട് പാഡിനെ അപേക്ഷിച്ച് നമുക്ക് ഇതിലെ ഓരോ കോഡും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. HTML എന്ന ഭാഗവും അതേപോലെ തന്നെ ഹെഡ് എന്ന ടാഗും അതേപോലെ ടൈറ്റിൽ എന്ന ടാഗും അതേപോലെ തന്നെ ബോഡി എന്ന ടാഗും ഈ സാധാരണ നമ്മൾ കൊടുത്ത ടെക്സ്റ്റിൽ നിന്നും അപേക്ഷിച്ച് ഒന്നുകൂടി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും നമുക്ക് മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ താഴെ നമ്മൾ എന്തെങ്കിലും ഒരു കോഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണം ഞാൻ മണ്ണാർക്കാട് എന്നോ അല്ലെങ്കിൽ ഇവിടെ വന്ന് H1 എന്ന ടാഗ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിന്റെ കോഡ് ഇവിടെ വന്ന് നമുക്ക് കാണിച്ചു തരും. ഇനി ഇതിലേക്ക് എന്താണോ വേണ്ടത് ചേർത്ത് കൊടുത്ത് നമുക്ക് H1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ ഒട്ടനവധി നമുക്ക് ഏത് ടാഗ് കൊടുക്കുകയാണെങ്കിലും ഒട്ടനവധി ടാഗുകൾ നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരും. ഇതിന്ന് ഏതാണോ വേണ്ടത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വേണ്ടത് അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെ മറ്റു എററോ ഒന്നും വരാതെ തന്നെ നമുക്ക് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആറ്റം എന്ന ടെക്സ്റ്റ് എഡിറ്ററിനെ കുറിച്ചാണ്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ബ്രാക്കറ്റ്, അതുപോലെ സബ് ലൈൻ, അതുപോലെ തന്നെ notepad++ എന്ന ഒട്ടനവധി സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ HTML കോഡ് തെറ്റൊന്നും കൂടാതെ വളരെ ഭംഗിയായിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ടും എററും മിസ്റ്റേക്കും ഒന്നും വരാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നോട്ട്പാഡ് എന്ന സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ടെക്സ്റ്റ് എഡിറ്ററും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഓരോ ഭാഗവും പ്രത്യേകം നമുക്ക് എടുത്ത് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കോഡ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്താൽ അതിൽ ടാഗ് എവിടെയാണ് ക്ലോസ് ചെയ്തതൊക്കെ കറക്റ്റ് ഒരു പ്രത്യേക കളറിലായിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ നോട്ട്പാഡ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനെ അപേക്ഷിച്ച് നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ നോട്ട്പാഡ് എന്ന ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കുന്നതിനെ അപേക്ഷിച്ച് നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കുകയാണ് നല്ലത്. എന്നാൽ നമുക്ക് കോഡിംഗ് ഒന്നും കൂടി എളുപ്പത്തിലാക്കാം. തുടക്കക്കാർ എന്ന നിലക്ക് നമുക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് നോട്ട്പാഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോഡ് ജനറേറ്റ് ചെയ്ത് വരും. പക്ഷെ നോട്ട്പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ടൈപ്പ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഓരോ കോഡും 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൽ തയ്യാറാവൂ. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.